തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കും നടി തൃഷയ്ക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ ഇളകിമറിഞ്ഞ് തമിഴ്നാട്. പരാമർശത്തിനെതിരെ ടി.വി.കെ വനിതാ വിഭാഗം നൽകിയ പരാതിയിൽ പോലീസ് ഉദയനിധിയെ ചെന്നൈയിലെ വസതിയിലെത്തി നാടകീയമായി അറസ്റ്റ് ചെയ്തു. 12 മണിവരെ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നായിരുന്നു പോലീസിന്റെ നടപടി. ഉദയനിധിയെ വിവരങ്ങൾ തേടിയ ശേഷം വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ മാത്രമാണെന്ന് പോലീസും കോടതിയെ അറിയിച്ചു. എന്നാൽ ഉദയനിധിക്കെതിരായുള്ള നടപടി രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്നായിരുന്നു DMKയുടെ വാദം. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയേക്കാൾ മോശം സാഹചര്യമാണെന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. അറസ്റ്റിനെ തുടർന്ന് പോലീസും DMK പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായി. ഉദയനിധി സ്റ്റാലിൻ്റെ ദ്വയാർത്ഥ പ്രയോഗം അപക്വമായിരുന്നില്ലേ? വിഷയം രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന DMK വാദം കഴമ്പുള്ളതാണോ? കാണാം RDX റാപ്പ്. കാവേരി നദീ വിഷയത്തിൽ DMK തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശമാണ് വിവാദമായി മാറിയത്. തമിഴ്നാടിന് കാവേരിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആശങ്കയില്ലാതെ തുടരുകയാണെന്നും ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്കിപ്പോൾ ആകെയുള്ള ജോലി DMKക്കെതിരെ കള്ളക്കേസ് എടുക്കുക എന്നതാണെന്ന് ഉദയനിധി പറഞ്ഞതോടെ പ്രവർത്തകർ സദസ്സിൽ നിന്നും തൃഷയുടെ പേര് വിളിച്ചുപോകാൻ തുടങ്ങി. ഇതോടെയാണ് പ്രസംഗം നിർത്തി ചെറുചിരിയോടെ ഉദയനിധി ദ്വയാർത്ഥ പരാമർശം നടത്തിയത്. പിന്നാലെ ഉദയനിധിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി.വി.കെയും BJPയും ഉൾപ്പെടെ രംഗത്തെത്തുകയായിരുന്നു. ടി.വി.കെ വനിതാ വിഭാഗം ഉദയനിധിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. പിന്നാലെ മുൻകൂർ ജാമ്യം തേടി ഉദയനിധി മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇതിനിടെയായിരുന്നു ഉദയനിധിയെ ചെന്നൈയിലെ വസതിയിലെത്തി തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വംശീയ അധിക്ഷേപം, കലാപാഹ്വാനം, വ്യക്തിഹത്യ, സ്ത്രീകളെ അപമാനിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. RDX റാപ്പ് ന്യൂസ് മലയാളം. അറസ്റ്റിനെ ഒരു തമാശ പോലെയാണ് കാണുന്നത് എന്നും പറഞ്ഞത് തെറ്റായി തോന്നുന്നില്ല എന്നും പോലീസ് നടപടിക്ക് പിന്നാലെ ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. Yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. Yeah, I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. சட்டசபையில் மட்டும் கேள்வி கேட்டாங்கல்ல, என்ன பதில் சொல்ல போறாங்களா? என்ன அந்த அளவுக்குலாம் அவங்க தகுதி கிடையாது. തമിഴ്നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതായെന്നും പ്രതിപക്ഷ നേതാവിനെ പോലും അറസ്റ്റ് ചെയ്യുകയാണെന്നും രാജ്യസഭയിൽ DMK MP തിരുച്ചി ശിവ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് പ്രാദേശിക വിഷയം മാത്രമാണെന്ന് സ്പീക്കർ CP രാധാകൃഷ്ണൻ പ്രതികരിച്ചു. As ensured in the Constitution, sir, is not implemented in Tamil Nadu, sir. Totally freedom of expression is deprived and curtailed. Even the leader of opposition in the assembly, Mr. Udayanithi Stalin, for just a public speaking, is being arrested. This is everywhere. This is concerned with the state government. Sir, everywhere, sir. Law and order. Concerned with the state order. Law and order is the state executive. ഇതിപ്പോൾ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി എന്നാണ്, അറസ്റ്റിനെ തമാശയായിട്ട് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഉദയനിധി പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, പക്ഷേ നിയമപരമായി എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കും, പ്രതിസന്ധി ഉണ്ടാക്കും ഉദയനിധിക്ക് എന്ന് ഞാൻ തൽക്കാലം കരുതുന്നില്ല. ഒരു പ്രതികാര നടപടിയുടെ സ്വഭാവത്തിൽ തന്നെയാണ് ജഡുലമായി ഈ സർക്കാരോ പോലീസോ ഒക്കെ ആക്ട് ചെയ്തിരിക്കുന്നത് എന്നുമാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തൽക്കാലം വിലയിരുത്താൻ കഴിയൂ. പക്ഷേ ഉദയനിധി പറഞ്ഞത് വഷളത്തരമാണ്. ലളിതമായി പറഞ്ഞാൽ അത് വഷളത്തരം പറയുന്ന ഒത്തിരി പേരുണ്ട് സമൂഹത്തിൽ. പക്ഷേ അദ്ദേഹം തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ്. ആ ഒരു കരുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കാഴ്ചവെക്കണമായിരുന്നു. ഇത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ നിലപാടുകൾ ശക്തമായി സ്വീകരിക്കുന്ന ഒരു നേതാവാണ് പല വിഷയങ്ങളിലും. പ്രത്യേകിച്ച് ഇപ്പോൾ BJPയുമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടത്തിന് അദ്ദേഹത്തിന് മടിയില്ലാത്ത ഒരാളാണ്. അത് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഓരോ വിഷയങ്ങൾ എടുത്തു കാണിച്ച് ഇപ്പോൾ അദ്ദേഹം നിരന്തരം BJPയുമായി ആ ഒരു ആശയ സംവാദത്തിൽ ഏർപ്പെടാറുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയ് BJPക്കെതിരെ പറയുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ അറസ്റ്റിൽ ഏറ്റവും ആഘോഷിച്ചത് BJPക്കാരാണ്. ഈ നടപടിയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് BJPക്കാരാണ് എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുക എന്നതെങ്കിലും ഈ ഉദയനിധി സ്റ്റാലിൻ കരുതേണ്ടതായിരുന്നു. മാത്രമല്ല ഇത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണ്. അദ്ദേഹം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കാവേരി നദിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയും. കാരണം അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ അവിടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഇങ്ങനെ തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതേ ചേർത്ത് അദ്ദേഹം ഒരു കമൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് പക്ഷേ
തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഗതിയൊന്നുമല്ല. തമിഴ്നാട്ടിലെ പ്രസംഗങ്ങളിൽ ഇത്തരത്തിൽ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ജയലളിതയുടെ കാലത്തൊക്കെ ആണെങ്കിലും നിരന്തരം പരസ്പരം അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ മട്ടിൽ രാഷ്ട്രീയക്കൊക്കെ കിടക്കുന്ന രീതിയിലൊക്കെ വളരുന്നത് വളരെ അപൂർവമാണ്. അതതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് അവരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇത്തവണ ആ മട്ടിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. അതിൽ എന്തായാലും ഇത്തരമൊരു നടപടിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാനും ആവില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ എന്തായാലും തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി അറിവുണ്ടാവും. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രി വിജയുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആ അറസ്റ്റ് എന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയങ്ങളുടെ മെറിറ്റ് അവിടെ നിൽക്കുകയാണ്. കാരണം തമിഴ്നാട്ടിലിപ്പോൾ കാവേരി നദിയിൽ നിന്ന് വെള്ളമില്ല. എനിക്കൊന്ന് 3 റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സ്ഥലത്ത് അതാത് സ്ഥലങ്ങളിൽ പോയി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വൈഗൈ അണക്കെട്ടിലേക്ക് പോകുന്നില്ല. അവിടെ 5 ജില്ലകളാകെ വരൾച്ചയിലാണ്. ഇപ്പോൾ തഞ്ചാവൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടെ വേറെ കാവേരിയിലെ എത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇങ്ങനെ വലിയ ജലക്ഷാമം തമിഴ്നാട് നേരിടുകയാണ്. അതാണ് അവരുടെ വിഷയം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം. അതിനിടയ്ക്ക് കർണാടകവുമായുള്ള ചർച്ച കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെയൊക്കെ ഘടകകക്ഷിയായി കോൺഗ്രസ് ഉണ്ട്. ഈ സർക്കാരിൽ കോൺഗ്രസ് ഉണ്ട്. അതായത് വിജയിയുടെ സർക്കാരിൽ കോൺഗ്രസ് ഉള്ളപ്പോൾ ആ സർക്കാരിന് അപ്പുറത്തും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, കർണാടകത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് പോലും അവിടെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ സർക്കാരിലുള്ള കോൺഗ്രസിനെ അടക്കം ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി ആ നിലയ്ക്ക്, അതായത് ഈ സർക്കാർ രൂപീകരണത്തിന് ശേഷം കഴിഞ്ഞ ഈ 2 മാസത്തിനിടയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രകൃതി ദുരന്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന് അഞ്ഞടിക്കാനുള്ള വിഷയമായി വന്ന് കിട്ടിയതെങ്കിൽ തമിഴ്നാട്ടിലും അവിടുത്തെ പ്രകൃതിയിലെ പ്രശ്നമാണ്. അതായത് മഴയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവർ സർക്കാരിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിച്ച് സമരരംഗത്തേക്ക് വന്നത്. ആ സമരമുഖത്ത് നിന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് ചർച്ചയാവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം ഇത്തരം പരാമർശങ്ങൾ സ്വാഭാവികമായി കേട്ടിട്ടുള്ള ഒരു ജനതയായതുകൊണ്ട്, നേരത്തെയും ഇവരെ തന്നെ ചേർത്ത് പല പരാമർശങ്ങളും വന്നിട്ടുള്ളവരുമായതുകൊണ്ട് ഇത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിലൊരു സംശയമുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത, സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ളയാളാണ് വിജയ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഒരു പൊതു രീതി നമ്മൾ പരിശോധിച്ചാൽ. കുറച്ച് സിനിമാ സ്റ്റൈലാണെന്നൊക്കെ പൊതുവെ എല്ലാവരും വിമർശിക്കുമെങ്കിലും ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അത് കാണാതെ പോയിക്കൂടാ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഈ അഴിമതി എന്നുള്ളത് വളരെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംഗതിയായി നടക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്തും സാധിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോട്ട് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കാര്യം നടക്കും. അതല്ലാത്ത ഒരു സാഹചര്യം എന്നുള്ളത് അചിന്ത്യമായ ഒരു സംവിധാനമായി തമിഴ്നാട്ടിലെ ഭരണ രംഗം മാറിയിരുന്നു. അത് വലിയ അളവിൽ അത് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു ട്രക്ക് ഡ്രൈവർ, അയാൾ എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ഇതുപോലെ കൈക്കൂലി വാങ്ങിക്കുന്നവരുടെ വീഡിയോ എടുത്ത് അത് വെച്ചാണ് അയാളുടെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ നടത്തുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അയാൾ തമിഴ്നാട്ടിലെത്തിയിട്ട് അയാൾ വിജയിയെ ടാഗ് ചെയ്തിട്ടാണ്, അതായത് വിജയ് പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം കൈക്കൂലിക്കാരെ വീഡിയോ എടുത്ത് ആ വീഡിയോ കൊടുക്കണം, അങ്ങനെ നടപടിയെടുക്കും എന്നുള്ളത്. ഈ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ്. ഇയാൾ ഫോൺ എടുക്കുമ്പോൾ ഓടുകയാണ്, ഈ കാശ് വലിച്ചെറിഞ്ഞിട്ട്. ആദ്യം കാശ് എടുത്തോണ്ട് ഓടി, അത് കഴിഞ്ഞ് റോഡിൽ ഈ കാശ് വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഈ ഒരു ബോധം അതിന് പുറത്തേക്കും ഉണ്ടായിട്ടുണ്ട്, ആ സംസ്ഥാനത്തിന് പുറത്തേക്കും ആ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അവിടെ കൈക്കൂലി എന്നുള്ളത് ഒറ്റയടിക്ക് ഏതാണ്ട് വലിയൊരളവോളം, വലിയ കൈക്കൂലികളും വേറെ പരിപാടികളൊക്കെ സമാന്തരമായി നടക്കുന്നുണ്ടാവും. സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കിടയിലേക്ക് കൈക്കൂലികളെല്ലാം ഏതാണ്ട് സമ്പൂർണ്ണമായി നിലച്ചു. അത് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയും ആവേശവും കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷ എന്നുള്ളതും, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപത്തെ നേരിടും എന്നുള്ളതും. അതിന് പക്ഷേ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതായത് അതിൽ നമുക്ക് വിയോജിപ്പ് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ മെറിറ്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ ഉദയനിധി ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ മെറിറ്റ്, ആ വിഷയത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അതിൽ പെട്ടെന്ന് വന്ന ഒരു കമൻ്റാണ്, വരാൻ പാടില്ലാത്തതാണ്. അതൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന കമൻ്റല്ല. ഒരു അദ്ദേഹത്തിൻ്റെ അത്തരം കമൻറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം കുറേയൊക്കെ പരുവപ്പെട്ടിട്ടുണ്ടാവണം. പക്ഷേ ഒരു കുടുംബാധിപത്യത്തിൻ്റെ ബാക്കിയാണ് ഉദയനിധി സ്റ്റാലിൻ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം അധിക്ഷേപങ്ങളും അത്തരം വാക്കുകളും ഒക്കെ കുറച്ച് കൂടുതൽ പ്രയോഗിക്കാനുള്ള ത്വരയുണ്ടാവും. പ്രത്യേകിച്ച് ചില രാഷ്ട്രീയക്കാർക്ക് അത്തരത്തിൽ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മട്ടിൽ വന്നതാവാം. പക്ഷേ ഈ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതും കലാപോദ്ദേശത്തോടെയുള്ള പ്രകോപനവും
ഒക്കെ ഇതിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഇതെല്ലാം ഉൾച്ചേർത്ത് ഇങ്ങനെയുള്ള ഒരു ഇത് തയ്യാറാക്കുമ്പോൾ ഒരു എന്നിട്ട് പിന്നെ കോടതിയിൽ ചെന്നിട്ട് എന്താ പറയേണ്ടി വരുന്നത്? കോടതിയിൽ വളരെ പെട്ടെന്ന് ഒന്ന് ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഇത് ഉദയനിധി പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അറസ്റ്റ് വളരെ വേഗത്തിൽ നടക്കുക. അവിടെ കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയുന്നത്? ഈ കടുത്ത വകുപ്പ്, ജാമ്യമില്ലാ വകുപ്പുകൾ മുഴുവൻ ചുമത്തിയിട്ട് കോടതിയിൽ പക്ഷേ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറയുന്നത് എന്താ? ഞങ്ങൾ റിമാൻഡ് വേണ്ട, ഇപ്പോൾ ചോദ്യം ചെയ്തിട്ട് ഉടനെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് അങ്ങോട്ടാണ് പറയുന്നത്. അപ്പോൾ കോടതി പറയുകയാണ് ഓക്കെ, സ്റ്റേഷൻ ജാമ്യത്തിൽ അങ്ങനെയാണ് വിട്ടയച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കേണ്ടതില്ല, കാരണം അറസ്റ്റ് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് വിട്ടയച്ചേക്കണം. അത് കൃത്യമായി വാക്കാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പും വാങ്ങി. അതായത് ഈ ചുമത്തപ്പെട്ട വകുപ്പുകളൊക്കെ അപ്പോൾ എന്തിനായിരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രതികാര നടപടിയായല്ല ഇത്തരം വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഈ മുഖ്യമന്ത്രി വിജയിയെ ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു അവസരമാണിത്. അതേസമയം ഇത്തരം പരാമർശങ്ങളിലൂടെയല്ല രാഷ്ട്രീയം നടത്തേണ്ടത് എന്ന് ഉദയനിധി സ്റ്റാലിനെ ഓർപ്പിക്കാവുന്ന ഒരു അവസരമാണിത്. പക്ഷേ ഇത് ആത്യന്തികമായി ഇതിൽ ഈ ഒരു എപ്പിസോഡിൽ ആവേശം കൊണ്ടതും സന്തോഷിച്ചതും BJP-യുമാണ്. അല്ലാതാണ് അതിനകത്ത് സമഗ്രമാണ് ഹർഷം പറഞ്ഞതല്ല. ഇതിനകത്ത് അറസ്റ്റ് ചെയ്ത് നന്നായി എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതായത് ഒന്ന്, അശ്ലീലം എന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു വ്യക്തിയുടെ അന്തസ്സിനെ, ഒരു വ്യക്തിയുടെ അല്ല ഒന്നിലേറെ വ്യക്തികളുടെ അന്തസ്സിനെ വല്ലാത്തോതിൽ ഹനിക്കുന്ന പരാമർശമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ നേരിടും. ഇത്തരം പരാമർശങ്ങളുണ്ടായാൽ വളരെ ഗൗരവത്തോടെ നേരിടുമെന്ന മെസ്സേജ് ആകപ്പാടെ കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ തന്നെയും അറസ്റ്റ് ചെയ്തു എന്നത് ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലക്ക് പിന്നെ കൊണ്ടുപോയിട്ട് ഇടിക്കുകയോ ഒന്നും ചെയ്തില്ലോ. പഴയ കരുണാനിധിയെ വലിച്ചെടുച്ച് കൊണ്ടുപോയതൊന്നും പോലെയൊന്നുമല്ല. പോയി ഈ ഹർഷനിപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇറക്കി വിട്ടു. പക്ഷേ അതൊരു സംഭവമായിട്ട് മാറി. തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ട് ആ നിമിഷം തൊട്ട് അങ്ങോട്ട് അതാണല്ലോ ചർച്ച. ഇദ്ദേഹം പ്രസംഗിക്കുന്നു, കാവേരിയിലെ പ്രശ്നം പറയുന്നു, ഒരാൾ എഴുന്നേറ്റ് തൃഷയുടെ പേര് തൃഷ എന്ന് വിളിച്ച് പറയുന്നു. അപ്പോൾ ഇയാൾ ഉടനടി ഒരു മോശം പരാമർശം നടത്തുന്നു. പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ തൃഷയുടെ ചേർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. രണ്ട് കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ഒന്ന്, ഈ DMK ക്ഷീണിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഹർഷം പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ എല്ലാ സൊസൈറ്റിയിലും ഇതൊരു ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തോടുകൂടി അല്ലെ കൗതുകത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അവിടെ വിജയ് തൃഷ ബന്ധം എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ആളുകൾക്ക് കൗതുകത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ പിന്നെ എന്താണ് കുറച്ച് അശ്ലീലം കലർന്നും ഒക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടാകണം. പക്ഷേ അതിനകത്ത് തൃഷ എന്ന് പറയുന്നൊരു സ്ത്രീ അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം ഇപ്പോഴല്ലാതെ അവിടെ നിൽപ്പുണ്ട്. അവരെ ഏത് പൊതുവേദിയിലും വെച്ച് അധിക്ഷേപിച്ച് കളയാം എന്നൊരു തോന്നൽ പൊതുവിൽ അവിടെ ഈ DVKക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന വിജയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ട് എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളൊക്കെ നേരത്തെ എടുത്ത്, പ്രത്യേകിച്ചും ഈ സനാതന ധർമ്മത്തിനെതിരെ പാത്രത്തിലൊരു ബൗദ്ധികമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ച് ഈ DMKയുടെ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടല്ലോ, അങ്ങനെ എടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരനുള്ള നേതാവ് ഇത് ചെയ്തു എന്നത് കുറച്ച് ഗൗരവമുള്ളതാണ്. വിജയ് അങ്ങനെ അറസ്റ്റ് ചെയ്തത് നന്നായി എന്നൊരു തോന്നലുള്ള ആളാണ് ഞാൻ. ഈ വിജയ് തൃഷ ബന്ധം എന്നുള്ളത് സ്വാഭാവികമായിട്ട് രാജ്യത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ പ്രസംഗം കേട്ടില്ലേ ഹർഷ? അതായത് നവ്യ നായരെ മുന്നിലിരുത്തിയിട്ട് ധ്യാൻ പ്രസംഗിച്ചു, ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ നല്ല സാരി ഇട്ടിട്ട് നവ്യ നായർ വന്നിരിക്കണം എന്ന് തമാശ പറഞ്ഞു. എന്നുവെച്ചാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ വന്ന് നിന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ പല ആംഗിളിൽ കാണാം. വളരെ സന്തോഷത്തോടെയും കൗതുകത്തോടെയും കാണുന്ന ആളുകൾ തമിഴ്നാട്ടിലുണ്ട്, പുറത്തുമുണ്ട്. പിന്നെ ഇതൊരു രസമാണല്ലോ, ഒരു സന്തോഷമാണല്ലോ എന്ന് കരുതിയിട്ട് കാണുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനെ അശ്ലീലത്തോടെയും അവരുടെ അന്തസ്സങ്ങ് ഹനിച്ച് കളയാം എന്ന് കരുതിയിട്ട് ഇനിയും ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ വളരെ വലുതായിരിക്കും എന്ന് ഈ ആക്ട് വഴി ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ടാകണം. അതായത് ഇതിപ്പോൾ നാളെ ഈ വിളിച്ചു പറഞ്ഞ ആളുണ്ടല്ലോ, തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞ ആൾ, അയാൾക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? നമ്മൾ വല്ലാതെ അങ്ങോട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഉള്ളിടത്തെല്ലാം ഈ പറയുന്ന ഒരു സ്ത്രീയെ അങ്ങ് അധിക്ഷേപിച്ചിട്ട് മുന്നോട്ട് പോയി കളയാം, അതും അശ്ലീലമായിട്ട് അങ്ങേയറ്റം ലൈംഗികാധിക്ഷേപം നടത്തിയിട്ടൊക്കെ മുന്നോട്ട് പോയി കളയാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടും അതിനകത്ത് നിന്ന്. ഇപ്പോൾ DMK അകത്താണെങ്കിലും ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് അത്തരത്തിലുള്ളൊരു ഈ അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഇടപെടലുകൾ ഉണ്ടായാൽ അതിന് മുകളിൽ ആക്ഷൻ ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ പോലും എന്ന സൂചനയും അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കത് ഗുണകരമാണ്. രണ്ടാമത്തേത്, അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ആംഗിൾ നോക്കിയാൽ DMKക്ക് ക്ഷീണിച്ചിരിക്കുകയാണ്. DMKക്ക് പക്ഷേ TVKക്കെതിരായിട്ടുള്ളൊരു ബദൽ ശക്തിയായിട്ട് അവരുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അവിടെ എവിടെ ഏത് സൊസൈറ്റിയിലാണെങ്കിലും സാധാരണ മനുഷ്യർ ഉൾച്ചേർന്നതാണല്ലോ ഇത്. അപ്പോൾ അതിനകത്ത് കാവേരി ഇഷ്യൂ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് പോലെ തന്നെയും ഈ TVKക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ വിദ്വേഷം കൂടുതൽ ശക്തമാക്കുകയും അതിലേക്ക് കൂടുതൽ ക്ഷീണിതരായിരിക്കുന്ന ദുർബലരായിരിക്കുന്ന DMK അണികളെ വീണ്ടും
ഒന്നിച്ചു ചേർത്ത് ഇതിനൊരു കരുത്തുറ്റ സംഗതിയായിട്ട് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടുന്ന ആവശ്യകത ഇപ്പോൾ ഉള്ളത് ഉദയനിധി സ്റ്റാലിനാണ്. സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, അദ്ദേഹം ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന നമ്മൾ ഉദയനിധി സ്റ്റാലിനാണ് ഈ പാർട്ടിയെ പൊളിഞ്ഞു വീണെടുത്ത് നിന്ന് പൊക്കിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഇതിപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു അധിക്ഷേപ വാക്ക് ഈ ആളുകളെ ഹരം കൊള്ളിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞത്, അധിക്ഷേപ വാക്കെന്നല്ല അദ്ദേഹം പറഞ്ഞ അധിക്ഷേപപരമായിട്ടുള്ള ആ പരാമർശം പറഞ്ഞത് ഈ തരത്തിൽ സാധാരണ രാഷ്ട്രീയക്കാർ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ. രാഷ്ട്രീയക്കാർ ഈ നിലത്തൊക്കെ സാധാരണ ഇടങ്ങളിൽ എന്ന് വെച്ചാൽ മനുഷ്യർ സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് എന്നുള്ള പരാമർശങ്ങൾ നടത്തും, എന്നിട്ട് ഹരം കൊള്ളിക്കും ആളുകളെ, എന്നിട്ട് അങ്ങോട്ട് ചിരിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് അതിലേക്ക് ആളുകളെ ചേർക്കും. അപ്പോൾ DMKക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമുള്ളൊരു സമയമാണ് അവിടെ ഈ പറയുന്ന സാധാരണ മനുഷ്യരെ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നത്. അതിന് ഇവരേത് തറകളിയും കളിക്കുമല്ലോ രാഷ്ട്രീയക്കാർ, അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ടുള്ള മോശം വർത്തമാനം അതാണല്ലോ. അതായത് വോട്ട് കിട്ടാനായിട്ട് എന്ത് തറയും കളിക്കും. ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, പിന്നെ സാധാരണ ഇതിൽ അദ്ദേഹം വളരെ സാത്വികമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് അതിരുകടന്നുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനെ അധിക്ഷേപിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ മാതാവിനെ തന്നെ അധിക്ഷേപിച്ച ആളുകൾക്ക് ഞാൻ അവർക്ക് മാപ്പ് നൽകുന്നു എന്ന വിശാല സാത്വികമായുള്ള നിലപാടല്ലേ ബഹുമാനായുള്ള പ്രധാനമന്ത്രി എടുത്തത്. പക്ഷേ അദ്ദേഹം നേരത്തെ എന്തൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇല്ലേ? ബംഗ്ലാദേശിലുള്ള ആളുകളെ അങ്ങനെ ഇങ്ങനെ നമ്മൾ അധിക്ഷേപകരമായിട്ടുള്ള. അപ്പോൾ വോട്ടിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയക്കാർ അവരല്ലാതായിട്ട് മാറും. വോട്ടിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ സാത്വികതയൊന്നുമില്ല. അതിൽ പരമാവധി ആളുകളെ സമാഹരിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കമുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള വൃത്തികേടിന് പറയുന്ന ഒരു വേദിയായിട്ട് ഈ പരിപാടി മാറിയത് ഈ വോട്ടിൻ്റെ കാര്യത്തിൽ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഈ ആളുകളെല്ലാം കൂടെ ചേർക്കണം, നമ്മളാകെ തകർന്നു പോയിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കണം. എന്തും നമ്മൾ ഉറപ്പായിട്ട് പറയും. വിജയ്ക്കെതിരായുള്ള അധിക്ഷേപം ഇങ്ങനെയൊരു ആളെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ അതും നമ്മൾ പരസ്യമായിട്ട് പറയും എന്ന സൂചന കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനോട് പൊതുസമൂഹത്തിനാകെ ആവശ്യമുള്ള രീതിയിൽ അദ്ദേഹം ഇടപെട്ടു, സർക്കാർ ഇടപെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നുള്ള സൂചനകളുണ്ട്. തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇങ്ങനെ അങ്ങ് അധിക്ഷേപിച്ച് പോക്ക് എളുപ്പമായിരിക്കില്ല, അവർ തിരിച്ചു പറയും അല്ലേ? അതെ. പകപോക്കൽ രാഷ്ട്രീയത്തിന് പണ്ട് മുതൽക്കേ പേരുകേട്ട സ്ഥലമാണ് തമിഴ്നാട് എന്ന് നമുക്കറിയാം. കരുണാനിധിയെ ജയലളിതയുടെ സർക്കാർ പാതിരാത്രി അറസ്റ്റ് ചെയ്തതും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തലൈവിയെ DMK തിരിച്ചഴിയണ്ണിച്ചതുമെല്ലാം തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഏടുകളിലൊന്നാണ്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചെന്നൈ മേയറായിരുന്ന കാലത്ത് അറസ്റ്റിലായതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ്റെ മകനും നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റാണ് സമാന സ്വഭാവത്തിൽ ചർച്ചയാകുന്നത്. ഉദയനിധി നടത്തിയ ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തീർത്തും തെറ്റാണെന്ന കാര്യത്തിൽ സംശയമേയില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ഉദയനിധിക്ക് വാദിക്കാമെങ്കിലും പ്രസ്താവന ഉയർന്ന സന്ദർഭം വിവാദത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ്. എന്നാൽ സംഭവത്തെ സംസ്ഥാന സർക്കാർ നേരിട്ട രീതിയും കടന്നുപോയെന്ന് വാദിക്കുന്നവരും ഉണ്ട്. കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിൽ നാടകീയമായ നീക്കം നടത്തി അറസ്റ്റ് ചെയ്യുന്നത് പോലീസിന് ഒഴിവാക്കാമായിരുന്നു എന്ന് അവർ പറയുന്നു. പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഭാഗമാണെന്ന് DMK വാദിക്കുന്നതും. എന്തുതന്നെയായാലും നാളെ ആരംഭിക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തെ ഉദയനിധിയുടെ അറസ്റ്റും അതിനു മുമ്പുണ്ടായ സംഭവങ്ങളും ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഇടവേളയിലേക്ക്